പ്രൈസ് ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മർക്കോസിന് സുവിശേഷം 7:37 അവൻ സകലവും നന്നായി ചെയ്തു. നമ്മുടെ കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ ചെയ്തു വന്ന എല്ലാ ശുശ്രൂഷകളും അനുഗ്രഹമായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. നമ്മുടെ കർത്താവിൻ്റെ സൃഷ്ടികർമ്മത്തിൻ്റെ പട്ടിക ഉൽപ്പത്തി പുസ്തകം 1 ദിവസങ്ങളെ വേർതിരിക്കുമ്പോൾ താൻ ഉണ്ടാക്കിയതൊക്കെയും ദൈവം നോക്കി അത് എത്രയും നല്ലത് എന്ന് കണ്ടു. സർവ്വസൃഷ്ടിയുടെയും കർത്താവ് തൃപ്തനായി. ഒരു വിഷയം കണ്ടാൽ അതിനെ എതിർക്കുവാൻ ആർക്കും കഴിയും. മനുഷ്യനെ സൃഷ്ടിച്ച വിവരം ഉൽപ്പത്തി പുസ്തകം 2:18 മുതൽ നാം വായിക്കുമ്പോൾ, അനന്തരം യഹോവയായ ദൈവം മനുഷ്യൻ ഏകനായിരിക്കുന്ന അന്നല്ല, നിലത്തെ പൊടികൊണ്ട് നിർമ്മിച്ച മനുഷ്യന് തക്കതുണയെ ഉണ്ടാക്കി കൊടുക്കും. അവിടെ ദൈവത്തിൻ്റെ കരം പ്രവർത്തിച്ച് തക്കതുണയെ ഉണ്ടാക്കി കൊടുത്തു. അത് ദൈവദൃഷ്ടിയിൽ അനുഗ്രഹമായി നന്നായി കാണപ്പെടുവാനിടയായി. യേശു കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ നാം ആരംഭ സമയം മുതൽ താൻ ചെയ്ത ഓരോ പ്രവൃത്തിയും നാം കാണുന്നു. കാനാവിലെ കല്യാണ വീട്ടിലേക്ക് നാം നോക്കിയാൽ യോഹന്നാൻ്റെ സുവിശേഷം 2 നാം ഇങ്ങനെ കാണുന്നു. വീഞ്ഞ് പോരാതെ വന്ന ഒരു രംഗം അവിടെ കാണുകയാണ്. കർത്താവ് അങ്ങനെ അവിടെ പ്രവർത്തിച്ചത് നമുക്ക് കാണാൻ കഴിയുന്നത് ഇങ്ങനെയാണ്. നല്ല വീഞ്ഞ് പച്ചവെള്ളത്തെ വീഞ്ഞാക്കി ആ വീഞ്ഞിനെ വിളിക്കുന്ന പേര് നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചുവല്ലോ എന്ന് നാം വായിക്കുന്നു. അവൻ സകലവും നന്നായി ചെയ്തു. കർത്താവ് പ്രവർത്തിച്ചതെല്ലാം നന്നായിട്ടാണ് എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. ശൗലിനെ അപ്പോസ്തോലനാക്കി മാറ്റിയ ഒരു ചരിത്രം നമുക്ക് കാണുവാൻ കഴിയും. എരിവോടെ പ്രവർത്തിച്ച, സഭയ്ക്ക് ദോഷമായി ചെയ്തവനെ പിന്നീട് നാം കാണുന്നു. അവൻ തന്നെ പറയുന്നു, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു. എല്ലാം നന്നായി ചെയ്തവൻ്റെ കയ്യിലേക്ക് പ്രയോജനമുള്ള പാത്രമായി പ്രവർത്തിച്ചവൻ്റെ അവസാനം വാക്കുകൾ എത്ര അനുഗ്രഹിക്കപ്പെട്ടതാണെന്ന് നമുക്ക് കാണാം. കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ അനേകർക്ക് കർത്താവ് രക്ഷ നൽകി, രോഗികൾക്ക് സൗഖ്യം നൽകി. അവൻ തൊട്ടവരും അവനെ തൊട്ടവരും സൗഖ്യമായി. സമാധാനം പ്രാപിച്ച് വീട്ടിലേക്ക് മടങ്ങിപ്പോയി. മരിച്ചവരെ ഉയർപ്പിച്ചു. അവൻ സകലവും നന്നായി ചെയ്തു. ആ നല്ല കർത്താവിൻ്റെ ചെറുകടിയിൽ വിശ്രമിക്കുന്നത് എത്രയോ സുരക്ഷിതത്വവും പ്രത്യാശപൂർണവുമാണ്. ഏത് പ്രതികൂല അവസ്ഥയിലും അവൻ ആശ്രയിച്ചാൽ അവനത് നന്നായി ചെയ്യുന്ന ദൈവമാണ്. എങ്കിൽ ഈ പ്രഭാതത്തിൽ നമ്മുടെ പല വിഷയങ്ങളും എങ്ങനെ നന്നാക്കുവാൻ കഴിയും എന്ന് അറിയാതെ ഭാരപ്പെടുന്ന ജീവിതമാണോ താങ്കൾ? ഇന്ന് പകൽക്കാലം താങ്കളോടുള്ളൊരു സന്ദേശമുണ്ട്. നന്നായി ചെയ്യുന്നവൻ്റെ കരങ്ങളിലേക്ക് നീ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. കർത്താവ് നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. ആ കർത്താവിൽ ആശ്രയിക്കാം. കർത്താവ് നമ്മെല്ലാവരെയും സഹായിക്കട്ടെ. ഹാവ് എ ബ്ലെസ്സഡ് ഡേ. ഗോഡ് ബ്ലെസ് യു ഓൾ.